തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ ആദ്യ മേയർ ആരാകുമെന്ന തീരുമാനത്തിനു വേണ്ടി കേരളം കാത്തിരിക്കുന്നു. അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ട ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിജയദിനമായ ഇന്ന് ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. വർഷത്തിൽ 2 തവണ ഇവിടെ എത്തി ആദരം അർപ്പിക്കുക എന്നത് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് മുടങ്ങാത്തൊരു പതിവാണ്. ഈ ദിവസത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ നേടിയ നിർണായകമായ വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണെന്ന്. ഇന്ത്യൻ സേനയുടെ മുന്നേറ്റം പാകിസ്ഥാൻ സൈന്യത്തെ ധാക്കയിൽ കീഴടങ്ങാൻ നിർബന്ധിതരാക്കി. ഈ രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായൊരു നേട്ടമായിരുന്നു അത്. 1971 ഡിസംബറിലെ പാകിസ്ഥാൻ്റെ തോൽവി കേവലം സൈനികം മാത്രമായിരുന്നില്ല. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഭരണകൂടത്തിൻ്റെ തകർച്ച കൂടിയായിരുന്നു അത്. പാകിസ്ഥാൻ സൈന്യത്തിലെ 93,000 സൈനികരാണ് അന്ന് കീഴടങ്ങിയത്. ഇത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടങ്ങളായിരുന്നു. നമ്മുടെ കരനാവിക വായുസേനകളും അതിർത്തി രക്ഷാസേനയും കാഴ്ചവെച്ച ധൈര്യവും ലക്ഷ്യബോധവും അസാധാരണമായ ത്യാഗവുമാണ് ആ വിജയം സാധ്യമാക്കിയത്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കുകയും ത്യാഗം സഹിക്കുകയും ചെയ്തവരെ എന്നും ഓർമ്മിക്കാം, ഒരിക്കലും അവരെ മറക്കാതിരിക്കാം. ജയ് ഹിന്ദ്.